വെൽക്കം ടു മൈ 40th ബർത്ത്ഡേ വ്ളോഗ്. ഇന്നെൻ്റെ മൈൽ സ്റ്റോൺ ബർത്ത്ഡേ ആയ കാരണം അതൊരു മെമ്മറബിൾ ആൻഡ് ലോങ് ഡേ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഈ ഒരു ഹോൾ ഡേ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മൈ സ്പെഷ്യൽ ഡേ വെരി സ്ലോലി വിറ്റ്നസിങ് എ ബ്യൂട്ടിഫുൾ സൺറൈസ്. എനിക്ക് ലൈഫിൽ നേച്ചർ, സൺറൈസസ്, സൺസെറ്റ്, മൗണ്ടെയ്ൻസ്, കുട്ടി കുട്ടി യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് ഇങ്ങനൊരു സൺറൈസ് കാണുന്ന എൻ്റെ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഹസ്ബൻഡും പിള്ളേരും ഒരു മടിയും കൂടാതെ രാവിലെ 5:30 എണീറ്റ് എൻ്റെ കൂടെ പോന്നു. ഇതുപോലെയുള്ള ക്വാളിറ്റി ടൈമും എക്സ്പീരിയൻസസും മെമ്മറീസുമാണ് ഞാൻ മെറ്റീരിയലിസ്റ്റ് ഗിഫ്റ്റിനേക്കാളും പ്രിഫർ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിലുള്ള പുള്ളെന്ന് പറഞ്ഞ സ്ഥലത്തെ കോൾപ്പാടത്തിൻ്റെ അവിടേക്കാണ്. വെരി കാം ആൻഡ് ബ്യൂട്ടിഫുൾ സെറീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. നമ്മൾ കുറേ നേരം ഈ ഒരു വ്യൂവും കണ്ടിങ്ങനെ നോക്കി നിന്ന് പോകും. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തൃശ്ശൂർ നല്ല മഴയായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, മഴ പെയ്യോ, സൺറൈസ് കാണാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു മനോഹരമായ കാഴ്ച കണ്ടത്. താമരപ്പാടം. ഇവിടെ തോണിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഈവനിങ്ങിലായിരിക്കും ഇവിടെ ആളുകൾ വന്ന് ഈ താമരപ്പാടത്തിൻ്റെ നടുവിലൂടെ റൈഡൊക്കെ നടത്തുന്നത്. പുള്ളിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്ന റൂട്ടിൽ ഈ ഒരു സ്പോട്ട് എത്തിയപ്പോൾ ഞാൻ സ്ലോ ഡൗൺ ചെയ്യാൻ പറഞ്ഞു. കാരണം ഈ കാണുന്ന ചന്ദ്രമതി അമ്മ ഹോസ്പിറ്റലിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ എല്ലാ കസിൻസും ഇവിടെ തന്നെയാണ് ജനിച്ചത്. മൈ അമ്മ വീട് ഈസ് വെരി ക്ലോസ് ടു ദിസ് ഹോസ്പിറ്റൽ. 25 വർഷമായിട്ട് വീട് പൂട്ടി കിടക്കുക. അപ്പോൾ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ ആകെ കച്ചറയായിട്ട് കിടക്കുവാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട്. കുറേ അധികം സ്വീറ്റ് ആൻഡ് ക്യൂട്ട് മൊമെൻറ്റ്സ് ഉണ്ട് ആ ഒരു തറവാട്ടിൽ ഞങ്ങൾക്ക്. തൃശ്ശൂരിൽ ജനിച്ചു വളർന്ന ഏതൊരാൾക്കും കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് ഓടി വരുന്നത് തൃശ്ശൂർ റൗണ്ടും പൂരം എക്സിബിഷനും വടക്കുനാഥൻ ടെമ്പിളൊക്കെയാണ്. സോ ഇന്നത്തെ സ്പെഷ്യൽ ഡേയുടെ അന്ന് വടക്കുനാഥൻ്റെ മുന്നിലെത്തി ഒരു അന്വേഷണമൊക്കെ പറഞ്ഞ് നമ്മളിവിടെയൊക്കെ തന്നെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. തൃശ്ശൂർ ഹൈറോഡിലുള്ള മാർത്ത് മറിയം വലിയ പള്ളിയാണിത്. എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പള്ളിയാണിത്. ഞങ്ങളുടെ കല്യാണം 17 വർഷം മുന്നേ മെയ് 10 ഇവിടെ വെച്ചാണ് നടന്നത്. ഇവിടുത്തെ കുരിശുപള്ളിയും അതുപോലെ തിരുമേനിമാരുടെ ഖബറിടത്തിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസവും കോൺഫിഡൻസും മനസ്സമാധാനമൊക്കെ കിട്ടും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ എത്തിയത് എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു സ്ഥലത്തേക്കാണ്. തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിലുള്ള ഫിറ്റ്നസ് ഓൺ ജിം. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഫിറ്റ്നസ്സിന് ഞാൻ നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും മൺഡേ ടു സാറ്റർഡേ റെഗുലർലി ഞാനിവിടെ വരാൻ ശ്രമിക്കാറുണ്ട്. മീറ്റ് മൈ ഫിറ്റ്നസ് കോച്ച് നെൽസ. ആളെന്നെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യും വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. വീട്ടിലെത്തി ഫ്രഷായി പിന്നെ നേരെ പോയത് തൃശ്ശൂർ ഹൈലൈറ്റ് മോളിലോട്ടാണ് എൻ്റെ കസിൻ രേഷ്മയുടെ കൂടെ. അപ്പോൾ അവൾ തലേദിവസം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2 മണിക്കൂർ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. ജിമ്മിൽ നിന്നിറങ്ങി നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രേഷ്മ എന്നെ ഇവിടെയുള്ള ആഗ്ന നെയിൽ ആർട്ട് സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുവന്നു. അതൊരു സർപ്രൈസ് ആയിരുന്നു, ബർത്ത്ഡേ ഗിഫ്റ്റ് ഫോർ മീ. തലേദിവസം തന്നെ വിളിച്ച് ഇവളൊരു നെയിൽ ആർട്ട് സെഷൻ എനിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് ഞാൻ അവളെ മീറ്റ് ചെയ്തപ്പോൾ അവളുടെ നെയിൽസ് കണ്ടിട്ട് ഇത് നന്നായിട്ടുണ്ടല്ലോ, എവിടെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഷീ ടുക്ക് ദിസ് ഇൻ ടു ഹർ ഹാർട്ട് ആൻഡ് എനിക്ക് ഇതിങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു. നെയിൽ ആർട്ട് ഈസ് ഡൺ. ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. പിന്നെ ഞങ്ങൾ വീണ്ടും ഫുഡ് കോർട്ടിലെത്തി ലഞ്ചിന് വേണ്ടി എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വാട്സാപ്പിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കസിനും കൂടിയായ പ്രീതിയുടെ കയ്യിൽ നിന്നൊരു വീഡിയോ ഫയൽ വന്നു. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുത്തു.
That was a surprise from her. പടം ആരുടെയാ, ഫോട്ടോസ് ആരുടെയാ അതില്? ആ പ്രീതിയിലെന്നാ വന്നേ. പ്രീതി അല്ല വോയിസ്. എവിടാ അത്? എവിടാ അത്? ആ അപ്പൊ ആരുടെ ഫോട്ടോസ് ഉള്ളത് അതില്? ആ അതിൽ ആരുടെ വോയിസ് അത്? ആ ഹാപ്പി ബർത്ത്ഡേ ജാഗു, വെൽക്കം ടു ദ 40s ക്ലബ്. എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ ഹോസ്റ്റൽ ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇത്രയും ഇയേഴ്സായിട്ടൊരു കണക്ഷൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളങ്ങനെ മെസ്സേജസോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു ബോണ്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതേ ബോണ്ട് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഐ തിങ്ക് ജാഗുവാണ് എപ്പോഴും അത് കുറച്ചൊരു കണക്ഷൻ, എപ്പോഴും ഒരു കണക്റ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അതുപോലെ ഫ്രണ്ട്ഷിപ്പ് കീപ്പപ്പ് ചെയ്യാൻ ഭയങ്കര ഒരു എക്സലൻറ്റ് ആളാണ് ജാഗു. ഇറ്റ്സ് വെരി സ്വീറ്റ് ആൻഡ് വെരി കാം ആൻഡ് വെരി ഹെൽപ്പിംഗ് നേച്ചേർഡ്. സോ വിഷ് യു വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ജാഗു. സ്റ്റേ ബ്ലെസ്ഡ് ഡിയർ. Happy birthday, Gigi. Stay the same loving, caring person as always. God bless you, Gigi. Happy birthday, Jagu! Welcome to the 40s Club. Oh my God, I can't imagine like where we were in our early 20s and now we are like 40s. Oh my God, Jagu. But Jagu, I want to tell you that you are one of the most sweetest, kindest, pure souls I have met, okay, in my life. And you are my first college friend, my first roomie, and oh my God, the amount of fun we have had, you, me and Shruti. നമ്മൾ മുതൽ എത്ര fun sweet 16 girls, to shawarma days, to movies, to Maggi noodles, to bitching about the warden, to oh my God, there are too many things, too many memories. And you know what? You are the one person who actually always makes that effort to ensure that our bond is still intact. We don't have to talk every day, but when we do, it's just like back to sweet 16 days. I want to wish you a very happy birthday, Jaku. Mwah. Love you. God bless. Mwah. ഹായ് ജാഗി, ഞാൻ നിന്നോട് എന്താ പറയുക, നമ്മൾ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്, എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യാറുണ്ട്, പറയാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതുവരെ ഒരു ബർത്ത്ഡേക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യാണ്ടിരുന്നിട്ടില്ല. എന്തായാലും ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ നിനക്കൊരു സർപ്രൈസായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. വിചാരിച്ച പോലെയൊന്നും പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിനക്ക് സന്തോഷമായിട്ടുണ്ടാവും എന്നും വിചാരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ലവ് യു സോ മച്ച്. പ്രീതി ചേച്ചി ഇനീഷ്യേറ്റീവ് ചെയ്ത്. അപ്പൊ അവിടുത്തെ അവരുടെ നമ്പറൊക്കെ എങ്ങനെ കിട്ടി? നിഷയുടെ നമ്പർ ഉണ്ടായിരുന്നു, ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട് എപ്പോഴോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിഷയുടെ ശ്രുതിയുടെ ഫോൺ നമ്പറും അല്ലെങ്കിൽ ഓഡിയോ ഇത് മേടിക്കാൻ പറഞ്ഞു. പിന്നെ അത് ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു. ദോസ് മെസ്സേജസ് മെയ്ഡ് മൈ ഡേ. പിന്നെ ഞങ്ങൾ പിള്ളേർക്ക് കുറച്ച് പേസ്ട്രീസും വാങ്ങി വീട്ടിലോട്ട് തിരിച്ചു പോയി. ഈവനിങ് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു കഫേയിൽ പോയി ഒരു കേക്ക് കട്ട് ചെയ്തു. ഇതാണ് എൻ്റെ ഫ്രണ്ട് ലക്ഷ്മി. ലക്ഷ്മീനെ എനിക്കൊരു 10-12 വർഷമായിട്ട് അറിയാം. എങ്ങനെയാണ് പരിചയം എന്ന് വെച്ചാൽ എൻ്റെ മോളുടെ പ്രീ സ്കൂളിംഗ് ഒരു മോണ്ടിസോറി സ്കൂളിലാണ് ചെയ്തത്. അവിടുത്തെ സെൻറ്റർ മാനേജറായിരുന്നു ലക്ഷ്മി. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. പിന്നെ സ്ലോലി ഫേസ്ബുക്ക് ഫ്രണ്ട്സായി. ഒരു 4 വർഷം മുന്നേ ഞങ്ങളൊരു ലേഡീസ് ഓൺലി ട്രിപ്പ് ഒരുമിച്ച് പോയായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടാവുന്നത്. നമ്മൾ മാൽദീവ്സിലോട്ടാണ് 4 വർഷം മുന്നേ ലേഡീസ് ഓൺലി ട്രിപ്പ് പോയത്. അതൊരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ അതിനുശേഷം എല്ലാ കൊല്ലം ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യാറുണ്ടെങ്കിലും ട്രിപ്സ് നടക്കാറില്ല. പക്ഷേ ഞങ്ങളുടെ ബോണ്ട് ഓരോ ദിവസം കഴിയും തോറും സ്ട്രോങ് ആയിട്ട് വന്നു. അപ്പോൾ എൻ്റെ ഒരു ലേറ്റ് 30s കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ലക്ഷ്മി.
രാത്രി ഫാമിലിയായിട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് നമ്മൾ കാലിക്കറ്റ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലോട്ട് എത്തി. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഓക്കെ, പക്ഷേ അതിനുപരി ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഡാഡിയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അവരുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് ഞാൻ ജനിച്ചത്. സോ മെയ് 19 എന്ന് പറഞ്ഞ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റും മെമ്മറബിളും കൂടിയാണ്. നമ്മളിവിടുന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബീഫ് ഉലർത്തിയത്, പിന്നെ ബീഫ് സ്റ്റൂ വിത്ത് പത്തിരി, ഫിഷ് ഫിംഗേഴ്സ്, പിന്നെ മട്ടൺ റാൺ ബിരിയാണി. ഇത് നല്ലൊരു അറബിക് ഫ്ലേവർ ആയിരുന്നു. പിന്നെ ഒരു പ്രോൺസിൻ്റെ ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ പൊറോട്ടയും ബട്ടർ ചിക്കനും, എല്ലാം നല്ല ടേസ്റ്റുള്ള ഐറ്റംസ് ആയിരുന്നു. ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് രാവിലെ മുതൽക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത്, ഇഷ്ടമുള്ളവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത്, നല്ല ഭക്ഷണം കഴിച്ച്, നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ 40th ബർത്ത്ഡേ. ഞാനിതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തു, ബിക്കോസ് കുറേ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ മൊമെൻറ്റ്സ് ഒക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യാനും അതൊന്ന് ചെറിഷ് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ. ഇതൊക്കെയല്ലേ ലൈഫിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. See you soon in another travel video. Thanks for watching. Bye bye and take care.